വിഘ്നങ്ങളെല്ലാം മാറ്റി തരണേ. 98 നേരെ 13 ഈ പാമ്പ് എന്നെ എപ്പോഴും വിഴുങ്ങുന്ന അഹങ്കാരമുള്ളമാർക്ക് 98 കടി പറഞ്ഞിട്ടുള്ള 6 1 തിരുവോണമൊക്കെ ആയിട്ടിരുന്ന് ഏണിയും പാമ്പും കളിച്ചു. ഇപ്പൊ നാട്ടിലായിരുന്നെങ്കിൽ രാവിലെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് ഉച്ചയ്ക്ക് ഇലയൊക്കെ ഇട്ട് അമ്മ ഉണ്ടാക്കുന്ന സദ്യയും പായസവും കൂട്ടി അടിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് ക്ലബ്ബിൽ പോകും. ഓണപ്പരിപാടിയൊക്കെ ആയിട്ട് ഉറിയടിയും വടംവലിയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓണത്തല്ല, അടിച്ചടിച്ച് കിളി പോകുന്നവരെ അന്നേരടി. എന്റെ കാലി സോറി കള്ളി തുപ്പി. എടാ നീ കളിച്ചേടാ, പാമ്പൊക്കെ നിന്നെ കടിക്കാൻ വെയിറ്റ് ചെയ്യണം. കൂണിയും പാമ്പൊക്കെ എടുത്ത് തെക്കോട്ടറി. എടാ നിന്റെ പ്രശ്നം എന്താ? എന്റെ ഓണം പോയി, അതാ എന്റെ പ്രശ്നം. തിരുവോണമായിട്ട് ലീവ് വെച്ചപ്പോ നമ്മളോട് അയാൾ എന്താ പറഞ്ഞത്? പകലെ ലീവ് എടുത്തിട്ട് നൈറ്റ് ഷിഫ്റ്റ് കയറിക്കോളാം. ഞാൻ എങ്ങനെ വീട്ടിൽ പോകും? ഇവിടെ ഒന്നും വലയിട്ട് പോവോ നാട്ടിലോട്ട്? അതോ കമ്പേ കുത്തി ചാടോ നാട്ടിലോട്ട്? എടാ എല്ലാവരുടെ അവസ്ഥ തന്നെയല്ലേ. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഓണം ആഘോഷിക്കണം, അത്രയല്ലേ ഉള്ളൂ. സമാധാനപ്പെട്ട് നമുക്ക് ആഘോഷിക്കാം. എങ്ങനെ ആഘോഷിക്കാം? എടാ നമ്മൾ ഇത്രയും പേരില്ലേ, നമുക്കൊരു പൂക്കളൊക്കെ ഇട്ടൊരു സദ്യയൊക്കെ ഉണ്ടാക്കി ആഘോഷിച്ചൂടെ? അതിന് സദ്യ ആരുണ്ടാക്കും? എടാ കുക്കിംഗിൽ BA പാസ്സായവനാണ് ഞാൻ. BA അത് ബാച്ചിലർ ഓഫ് ആർട്സ് അല്ലേ? അല്ല ബാച്ചുലർ ഓഫ് അരികത്തന്റെ. അവൻ വീട്ടൊക്കെ ബാച്ചിലർ ഓഫ് തെങ്ങേറ്റു. എടാ നേരത്തെ പാമ്പ് പിടിച്ചിട്ട് ചൊറിച്ചില്ല. എനിക്കൊരു കാര്യം പറഞ്ഞാൽ മതി, ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയും. എടാ പുളിശ്ശേരി, എലിശ്ശേരി, പച്ചടി, കിച്ചടി, അച്ചാറ്, അത് കാളൻ, ഓലൻ, അവിയൽ, സാമ്പാർ, തോരൻ, ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും 1-2 ഐറ്റംസ് ഉണ്ടാക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മതി, നീ ഉണ്ടാക്കും. പക്ഷെ നീ എങ്ങനെ ഉണ്ടാക്കും? ആകെ ഒരു കരിഞ്ഞ ദോശക്കല്ല് മാത്രം അതിനകത്ത് ഇരിപ്പുണ്ട്. പിന്നെ അതെ യവന്റെ ഒരു ഹെൽമെറ്റ് ഉണ്ട്, അതിനകത്ത് നീ അരി ഇട്ടിട്ട് കഞ്ഞി വെക്കൂ. പോയിന്റ്. എടാ ഒന്ന് മുടക്ക് പറയാണ്ടിരിക്കാമോ? എടാ സാധനങ്ങൾ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കണം, അല്ലാണ്ട് പിന്നെ എങ്ങനെ? അത്രേ ഉള്ളൂ. സാധനങ്ങളൊക്കെ നമുക്ക് പരിപാടി മേടിക്കാം, പിന്നെ ഉണ്ടാക്കാൻ ഇവരുണ്ടല്ലോ. അപ്പൊ ഒന്ന് ഉഷാറായിക്കേ.